ആർഎസ്എസുമായി അന്തർധാരയെന്നും കോൺഗ്രസ് നേതാക്കൾക്കായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. CPM ഒരു കാലത്തും ആർഎസ്എസുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. VD സതീശൻ നിയമസഭയിൽ ഇരിക്കുന്നത് തന്നെ RSS സഹായിച്ചതുകൊണ്ടാണ്. പിണറായി വിജയന് ആർഎസ്എസുമായി ബന്ധമെന്ന് പറയാൻ VD സതീശന് കണ്ടാമൃഗത്തേക്കാൾ തൊലിക്കട്ടി വേണമെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. നിരാഹാരമനുഷ്ഠിക്കുമ്പോൾ വത്സൻ തില്ലങ്കേരി അവിടെ സന്ദർശിക്കുന്ന ചിത്രം, അതും ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ഗാന്ധി ഘാതകരുടെ ഇപ്പോഴത്തെ അനുയായികൾ ഗാന്ധി ശിഷ്യനെ പോയി കാണുകയാണ്. സുഖമല്ലേ? ഭാരതാംബയുടെയും ഗുരുജി ഗോൾവാക്കറുടെയും മുന്നിലെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത VD സതീശനാണ് ഇത്. അന്ന് ഗോൾവാക്കർ സതീശന് തൊട്ടുകൂടാത്തവനായിരുന്നില്ല. KNA ഖാദറിനെ വിമർശിച്ച സതീശൻ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സ്വയം ഒരു തെറ്റും കണ്ടെത്തിയിരുന്നില്ല. RSS കോൺഗ്രസ് ബന്ധം തെളിയിക്കാൻ മുമ്പ് നടന്ന സംഭവങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. കോൺഗ്രസ് RSS ബന്ധം സ്ഥാപിക്കുന്ന തെളിവുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താസമ്മേളനം. എല്ലാ കാലത്തും RSSും BJPയുമായി ബന്ധം കോൺഗ്രസ് നേതാക്കൾക്കായിരുന്നുവെന്ന് MV ജയരാജൻ പറഞ്ഞു. പ്രവീൺ തൊഗാഡിയക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ സംഭവങ്ങളും സവർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച VD സതീശന്റെ ഫോട്ടോയും K സുധാകരൻ നിരാഹാരം കിടന്നപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരി സന്ദർശിച്ചതിന്റെ ഫോട്ടോയുമെല്ലാം കാട്ടിയായിരുന്നു MV ജയരാജൻ കോൺഗ്രസ് RSS ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചത്. കേരളത്തിലെ കോൺഗ്രസുകാരുടെ മനസ്സിപ്പോഴും BJPക്ക് ഒപ്പമാണ് എന്നതിന്റെ തെളിവാണ് ശശി തരൂർ എന്നും MV ജയരാജൻ പറഞ്ഞു. ഒരു കാലത്തും CPM RSSുമായി ബന്ധം സ്ഥാപിച്ചിട്ടില്ല. പിണറായി വിജയന് RSSുമായി ബന്ധമുണ്ടെന്ന് പറയണമെങ്കിൽ VD സതീശന് കണ്ടാമൃഗത്തേക്കാൾ വലിയ ചർമ്മശേഷി വേണമെന്നും MV ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ പല കോൺഗ്രസുകാരുടെയും മനസ്സ് RSSനോടൊപ്പമാണ്. അതാണ് ശശി തരൂർ. BJP അനുകൂല പ്രസ്താവനകൾ, പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന പ്രതികരണങ്ങൾ വരുമ്പോൾ അത് തടയാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവരിപ്പോഴും കോൺഗ്രസ്സായി തുടരുകയാണ്. എങ്ങനെയാണ് VD സതീശൻ പരവൂരിൽ നിന്ന് വിജയിച്ചു വരുന്നത്? ആദ്യം തോറ്റല്ലോ, പിന്നെ RSSകാരുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ അദ്ദേഹം വിജയിച്ചത്. എല്ലാ കാലത്തും UDFും BJPയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇദ്ദേഹം പറയുന്നത് CPIM BJP ബന്ധത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രി RSSന്റെ വോട്ട് വാങ്ങി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പരവൂരിൽ കണ്ടത് സതീശൻ BJPയുമായി വോട്ട് കച്ചവടം നടത്തിയതിൻ്റെ ഫലമായി BJPയുടെ വോട്ട് കുറഞ്ഞു. ധർമ്മടത്ത് കണ്ടത് BJPയുടെ വോട്ട് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്തായാലും ഇപ്പോഴായാലും RSSുമായി BJPയുമായി ഒരിക്കലും വോട്ട് കച്ചവടത്തിൽ ഏർപ്പെടാത്ത ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം അഥവാ CPIM എന്ന് വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. അവരുമായി ഇടതുപക്ഷം കൂട്ടുകെട്ടുണ്ടാക്കുമെന്ന് പറയാൻ കണ്ടാമൃഗത്തേക്കാൾ ചർമ്മബലമുള്ള സതീശനല്ലാതെ മറ്റാർക്കും കഴിയില്ല. RSSന് ഇന്നും ചെറുത്ത ചരിത്രമാണ് CPMനുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കള്ളപ്രചരണം നടത്തി. SIRും പൗരത്വ നിയമവും കൊണ്ടുവന്നത് പിണറായി സർക്കാരാണ് എന്നുവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് പലരും തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞുവെന്നും MV ജയരാജൻ വ്യക്തമാക്കി. കൂത്തുപറമ്പിൽ RSSന്റെ സഹായത്തോടെയല്ല പിണറായി വിജയൻ മത്സരിച്ചതും ജയിച്ചതും. അന്ന് ജനസംഘമില്ല. K സുധാകരൻ അടക്കമുള്ളവർ പ്രവർത്തിച്ച ജനതാ പാർട്ടിയായിരുന്നു. രാജ്യത്താകെ ജനതാ പാർട്ടി പ്രതിപക്ഷ നിരക്ക് ഒപ്പമായിരുന്നു. ഇതിനെയും വക്രീകരിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 110 സീറ്റ് നേടും എന്നത് അതിശയോക്തിയല്ല. നാടിന്റെ പൊതുവികസനം നോക്കിയാൽ അത് അമിത പ്രതീക്ഷയുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച ആരംഭിച്ചിട്ടില്ലെന്നും MV ജയരാജൻ വ്യക്തമാക്കി. താനോ പിണറായി വിജയനോ സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം LDFനുണ്ടാകുമെന്നും MV ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.